ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്കിന് ഇതിന് സ്പീഡെല്ലാം കുറവാണോ? എന്നാൽ ഇത്തരത്തിൽ സ്പീഡെല്ലാം കുറഞ്ഞവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് നിലവിലുള്ള സ്പീഡിനേക്കാൾ വളരെ നല്ല സ്പീഡെല്ലാം ഈ ഒരു ടിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കുറേ ഫോണുകളിൽ നമുക്ക് ഈ ടിപ്പ് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാ ഫോണുകളിലും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽ പാഡ് എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ 4636 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി വീണ്ടും സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്രകാരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ എല്ലാം ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ എല്ലാം ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് നിങ്ങളുടെ ഫോണിലും യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 ഇൻഫർമേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അതായത് ഫോൺ ഇൻഫർമേഷൻ ടു വൈഫൈ ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഫോൺ ഇൻഫർമേഷൻ 1 എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. IMEI നമ്പർ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ, സർവീസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോകേണ്ടത്, ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ആരോ വന്നിരിക്കുന്നത് കാണാം. എന്നാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. തെറ്റാതെ തന്നെ ഈ ഒരു ആരോയിൽ ടാപ്പ് ചെയ്യുക. മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്രകാരം ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണിക്കും. അതായത് നെറ്റ്വർക്ക് ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണിക്കും. ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് LTE ഓൺലി എന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇത് LTE ഓൺലി എന്ന് സെലക്ട് ചെയ്യാം. ഇപ്രകാരം ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബാക്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ മൊബൈൽ റേഡിയോ പവർ എന്നത് ഇത് ഓണായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഗ്രീൻ ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ ഈ ഗ്രീൻ ഓൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിംഗ് ഇവിടെ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിലും ഇത് ഓൺ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ബാക്ക് ചെയ്യുക. ഇനി വീണ്ടും ബാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്ക് സ്പീഡെല്ലാം ഇരട്ടിയാക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളുടെ ഫോണിലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മൊബൈലിലെല്ലാം ഈ ഒരു ടിപ്പ് വർക്കാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്